ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനോട് അടുത്തായിട്ട് കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകൾ മാർബിൾ ഹോംസിൽ ഇട്ടിട്ടുള്ളതാണ്. കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലം നമുക്ക് മെയിൻ റോഡിൽ നിന്നൊക്കെ ഏകദേശം ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമാണ്, 900 മീറ്റർ അടുത്തൊക്കെയാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കാം. അത് പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ വീടിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് കണ്ടോളൂ. നമുക്ക് ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാം. വെറും 9 കിലോമീറ്റേഴ്സ് മാത്രമാണ് നമുക്ക് ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇടപ്പള്ളി ഭാഗത്തേക്കൊക്കെയാണ് പോകേണ്ടത്, ലുലു മാളിന്റെ സൈഡിലേക്കൊക്കെയാണ് പോകേണ്ടതെങ്കിൽ ഏകദേശം ഒരു 11 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിപ്പെടാം. വെറും 19 കിലോമീറ്റർ മാത്രമാണ് എയർപോർട്ടിലേക്കുള്ള ദൂരം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് NRIസിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ നിന്ന് ഇടയ്ക്ക് വന്ന് താമസിച്ചിട്ട് പോകണമെങ്കിലൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് വെറും 19 കിലോമീറ്റർ മാത്രമാണ് എയർപോർട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഏകദേശം ഒരേപോലെയൊക്കെ ചെയ്തിരിക്കുന്ന രണ്ട് വീടുകളാണ് നമ്മളിത് പരിചയപ്പെടുന്നത്. ലാൻഡ് അളവിലും റേറ്റിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, സ്ക്വയർ ഫീറ്റിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നമുക്കിന്ന് ഒരു വീട് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കാണാം. അതിനുശേഷം ഇതിനടുത്ത് കിടക്കുന്ന വീടിന്റെ ഡീറ്റെയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യാം. നമുക്ക് മെയിൻ റോഡ് ടാർ റോഡാണ്. ടാർ റോഡിനെ ഫേസ് ചെയ്തിട്ടാണ്, മുനിസിപ്പൽ ടാർ റോഡിനെ ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ വഴി പോകുന്നവരെല്ലാവരും നമ്മളുടെ ഈ ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നോക്കിയിട്ടേ പോവുള്ളൂ. അപ്പം റോഡ് ഫേസ് ചെയ്ത് നിൽക്കുന്ന വീടുകളുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മതിലിൽ നിന്നൊക്കെ തന്നെ നമുക്ക് തുടങ്ങാം. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കൊക്കെയാണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്ക് കൂടാതെ സ്പോട്ട് ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് മതിൽ ചെയ്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകൾ നോക്കിയാൽ കാണാം, ഭംഗിയുള്ള 2 ഷോ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഗേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കി വെക്കാവുന്ന രീതിയിലും ഒരു സൈഡ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലൊക്കെ ആയിട്ടാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ള ലേസർ കട്ട് ഡിസൈനുകളൊക്കെയാണ് ഇതിനകത്ത് ഗേറ്റിൽ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. കുറച്ച് ഭംഗിയായിട്ടുള്ള ജാളി വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടും അട്രാക്റ്റീവായ രീതിയിൽ തന്നെയാണ് വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാൽക്കണിയിലൊക്കെ ഇട്ടിരിക്കുന്ന ആ ടഫിന്റെ ഗ്ലാസുകളുടെ ഒക്കെ മോഡലൊക്കെ കാണാം. വീടിന് മെയിൻ ആയിട്ട് അട്രാക്ഷൻ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഏറ്റവും ഹൈറ്റിലായിട്ട് കുറച്ച് ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വീട് ഫുൾ ആയിട്ട് തന്നെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് മെയിൻ കാർ പോർച്ചിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് നമുക്ക് കിട്ടുന്നത്. അതുകൂടാതെ ഒരു ചെറിയ വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ടോട്ടൽ നമുക്ക് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ഇതിന്റെ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് നമുക്ക് നോക്കിയാൽ കാണാം, EV വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ചിന്റെ ഈ ഒരു പില്ലറിന്റെ ആ ഒരു ഭാഗം വന്നിട്ട് ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു കാർ പോർച്ചിന്റെ മുകൾ ഭാഗമൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, നല്ല ഭംഗിയായിട്ട് ഒരു ട്രഡീഷണൽ രീതിയിൽ തോന്നിക്കുന്ന ടെക്സ്ചർ വർക്കുകളോട് കൂടിയിട്ടാണ് ഇവിടുത്തെ കിണർ ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ നമുക്ക് ആ മതിലിന്റെ ഇന്നർ പോർഷൻ നിങ്ങൾക്ക് കാണാം, നല്ല ഭംഗിയായിട്ടുള്ള ഒരു പെയിന്റിങ് കൂടിയാണ് ആ ഒരു മതിലിൽ കൊടുത്തിരിക്കുന്നത്. കിണർ ഒരു വലിയ കിണറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഹാഫ് പോർഷൻ മാത്രമാണ് നമ്മൾ ജസ്റ്റ് നമുക്ക് വാഹനങ്ങൾ കയറ്റാനുള്ള സൗകര്യത്തിനായിട്ട് കവർ ചെയ്തിരിക്കുന്നത്. കിണറിനകത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാം, നല്ല ചെങ്കല്ലിന്റെ വാട്ടറാണ്. അപ്പൊ നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഞാൻ പറഞ്ഞു കുറച്ച് ഡിസൈൻ ആയിട്ടൊക്കെ ഒരു മതിൽ ചെയ്തിട്ടുണ്ട്. ആ മതിലിന്റെ സൈഡിൽ നിങ്ങൾക്ക് ബാക്കിലേക്ക് നോക്കിയാൽ കാണാം, അവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വീടിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് കുറച്ച് ഫൈനൽ ഫിനിഷിംഗ് വർക്കുകൾ കൂടി മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വർക്ക് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ മെസി ആയിട്ട് കിടക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം, നേരെ ഒരു വോൾ ഉണ്ട്. അത് വന്നിട്ടും ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ചെയ്തിരിക്കുന്നത്. അവിടെ കുറച്ച് സ്പേസ് നമുക്ക് മണ്ണൊക്കെ നിറച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ചെടികളൊക്കെ വെക്കാനായിട്ട് സ്യൂട്ടബിൾ ആയ ഒരു പ്ലേസ് ആണത്. വീടിന്റെ റൈറ്റ് സൈഡ് ബാക്ക് സൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾ കാണാം, ഇവിടെ വിരിച്ചിരിക്കുന്ന ഈ ഒരു ടൈല് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏരിയയിൽ ബേബി മെറ്റലൊക്കെയാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ഇതിന്റെ ബാക്ക് സൈഡിൽ വരുമ്പോൾ നമുക്ക് ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് 2 സൈഡും ബാക്കിലും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 4.5 സെന്റ് ലാൻഡിലാണ്. 4.5 സെന്റിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2250 ആണ്. 2250 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്.
കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടിലാണ്. ഇവിടെ ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല ലെങ്ത് ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ്. നമുക്കൊരു 4 ചെയറുകൾ വരെ ഇടാൻ പറ്റിയ സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ നേരെ മുകളിലേക്ക് നോക്കിയാൽ കാണാം റൂഫിൽ ഒരുപാട് നല്ല വർക്കുകളും LED സ്ട്രിപ്പ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് സിറ്റ് ഔട്ടിന്റെ റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഷോ ലൈറ്റും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 പീസിലാണ് ചെയ്തിരിക്കുന്നത്. 2ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഇതിന്റെ മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോറിന്റെ ദർശനം വന്നിട്ടാണെങ്കിൽ വടക്ക് ഭാഗത്തേക്കാണ് ഡോർ ഫേസ് ചെയ്യുന്നത്. മെയിൻ റോഡ് ഫേസ് ചെയ്യുന്നത് നോർത്ത് ഡയറക്ഷനിലേക്കാണ്. നമുക്ക് ഈ 2ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ഇവിടെ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഈ ഒരു ലിവിംഗ് സ്പേസ് നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഫ്ലോറിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് കളറിലുള്ള ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. അതിനകത്ത് ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും കൂടി വരുന്നുണ്ട്. ശരി, നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ ഈ വീട്ടിൽ നമുക്ക് കുറെ നേരം കണ്ടുകൊണ്ട് നിൽക്കാനുള്ള കാഴ്ചകളുണ്ട്. ഇന്റീരിയർ നല്ല ഹെവി ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. ഇതിന്റെ 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ആ സൈഡിൽ ഫ്രഞ്ച് മോഡൽ വിൻഡോ ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 പാളിയുടെ വിൻഡോസ്. വിൻഡോകളെല്ലാം തന്നെ നമുക്ക് ഈ കോൺക്രീറ്റിന്റെ ഭാഗം കവർ ചെയ്തിട്ട് മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വുഡൻ വർക്കുകളെല്ലാം തന്നെ മെയിൻ ആയിട്ട് ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീടിനകത്തേക്ക് കയറിയിട്ട് നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിലും കാണാം ഈ ഒരു ലിവിംഗ് ഏരിയയുടെ മുകൾ ഭാഗത്തും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഒരു TV ഒക്കെ വെക്കാനുള്ള ആ ഒരു യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഭംഗിയായിട്ട് മൾട്ടിവുഡിൽ ഒരുപാട് വർക്കുകളാണ് TV ഇരിക്കാനുള്ള ആ ഒരു സ്പേസിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആണ് TVക്ക് ഇരിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറാണ്. അതിനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് നിറയെ വർക്കുകളാണ് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ഫ്ലവർ പോട്ട്സ് ഒക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയുള്ള ഓപ്പൺ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. അതുകൂടാതെ കയറി വരുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡിലുള്ള ഈ ഒരു വോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു മിനി അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഫിഷുകളൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്താണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലും താഴെയൊക്കെ ആയിട്ട് ഷെൽഫ് ഫെസിലിറ്റികൾ കിട്ടുന്നുണ്ട്. താഴെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കല്ലുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കിയാലും കൊടുത്തിരിക്കുന്ന ഈ ഒരു വർക്ക് നമുക്കൊരു സാരി ഡിസൈൻ അല്ലെങ്കിൽ ഒരു ചുരിദാർ ഡിസൈൻ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഈ ഒരു വോളിനായിട്ട് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു സ്പേസ് വന്നിട്ട് നമുക്ക് ഏകദേശം ഒരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ കിട്ടുന്നത്. അവിടെ നിന്നിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കിയാൽ കാണാൻ നല്ല ഭംഗിയായിട്ട് ആ ഒരു വുഡൻ ബേസ് തന്നെയാണ് ഇതിലെല്ലാം കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇതെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള അയണിൽ തന്നെ തീർത്തിരിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ഇതിനോട് കവർ ചെയ്ത് പോകുന്ന ഈ ഒരു പെയിന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇത് വുഡിൽ ചെയ്തേക്കുന്നതാണെന്നേ തോന്നുള്ളൂ. നല്ല സ്ട്രോങ് ആയിട്ടും സേഫ് ആയിട്ടും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ഹാൻഡ് റെയിൽസ് ഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ താഴെ വരുന്ന ഭാഗം നോക്കിയാൽ കാണാം ഒരുപാട് ഷെൽഫുകളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ഡോറും 2 തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് ഇവിടെ നമുക്കൊരു 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നമുക്ക് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ആ ഫ്രിഡ്ജിന്റെ സ്പേസിൽ ആ ഒരു അളവിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് യാതൊരു ശല്യവും ഇല്ലാതെ ഫ്രിഡ്ജ് ആ ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഡൈനിങ് ഹാളിന്റെ മുകളിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. ഞാനായിട്ട് പറയുന്നില്ല, ഒരുപാട് വർക്കുകളാണ്, ഹെവി ആയിട്ടുള്ള വർക്കുകൾ തന്നെയാണ് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ടെമ്പിളിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ മുകൾ ഭാഗത്ത് നോക്കിയാൽ കാണാം നല്ല വുഡൻ വർക്കുകളൊക്കെ ചെയ്ത് ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ കിടക്കുന്നത് കാണാൻ തന്നെ നമുക്ക് നല്ലൊരു ഭംഗിയാണ്. ഇനി നമുക്ക് ഇവിടെ കാണേണ്ടത് ഇവിടുത്തെ വാഷിംഗ് കൗണ്ടർ ആണ്. ഈ ഒരു ഭാഗത്ത് ഒരു മൾട്ടിവുഡ് നിങ്ങൾക്ക് കാണാം. ഇവിടെ നോക്കിയാൽ CNC കട്ടിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കുറച്ചു നേരം ഒന്ന് നിന്ന് കണ്ട് ആസ്വദിക്കാനുള്ള കാഴ്ചകൾ ഈ ഒരു വീടിന്റെ ഇന്റീരിയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു നമുക്ക് വാഷിംഗ് ഏരിയ ആണ് ഇവിടെ കിട്ടുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഒരു വാഷ് ബേസിൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോക്കിയാലും കാണാം ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റികൾ വരുന്നുണ്ട്. നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്, ഭംഗിയുള്ളൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം PVCയുടെ നല്ലൊരു ഡിസൈൻ ആണ് ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. താഴെയാണെങ്കിലും ഒരുപാട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട്ടില് താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം അറിയാം 4.5 സെന്റിൽ ഒരു വീട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലാവിഷായ സ്പേസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിന് നമുക്കൊരു സ്ക്വയർ ഫീറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 2250 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം വന്നിട്ട് ഡൈനിങ്ങിൽ നിന്നും തുറക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ്. വൈറ്റ് കളർ പെയിന്റിൽ ഇങ്ങനെ ഒരു ഡിസൈനുള്ള ഡോറാണ് ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്.
ഇവിടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു ഡബിൾ കോട്ട് കട്ടലിടാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇതിന്റെ റൂഫിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വിൻഡോസ് ആണ് ഇവിടെ കിട്ടുന്നത്. എല്ലാം തന്നെ ഇതിന്റെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് വെക്കുന്ന ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്തിട്ട് ഭംഗിയായിട്ടാണ് വിൻഡോസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് ഇതുപോലെ വുഡ് കൊണ്ടുള്ള ഒരു ഫ്രെയിം കിട്ടുന്നുണ്ട്. നമ്മളുടെ ഒരു കൺവീനിയൻസും ചോയ്സും ഒക്കെ അനുസരിച്ച് നമുക്ക് ഇത് എന്തായിട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്തെടുക്കാം. ഭംഗിയുള്ള പെയിന്റിങ്സ് വെക്കാനോ നമ്മുടെ ഫാമിലി ഫോട്ടോസ് അറ്റാച്ച് ചെയ്തൊരു ട്രീ ആയിട്ട് സെറ്റ് ചെയ്യാനോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു റൂമിന്റെ ഒരു കംപ്ലീറ്റ് ഒരു വാൾ ഇതുപോലെ ഭംഗിയുള്ള ഒരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബ് കിട്ടുന്നത്. നല്ല ഭംഗിയായിട്ടൊരു ട്രഡീഷണൽ മോഡലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ വാർഡ്രോബ്, മുകളിലും താഴെയൊക്കെ ഒരുപാട് സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ടൈലൊക്കെ വന്നിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള കമ്പനിയുടെ ഒരു ഫിറ്റിംഗുമാണ് ബാത്റൂമിനകത്തെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിലും ആ ഒരു ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത്. ഒരു ബെഡ്റൂം കഴിഞ്ഞു, നമുക്കിനി അടുത്ത ബെഡ്റൂം ആണ് കാണേണ്ടത്. നമ്മളുടെ ഈ ഒരു വാഷിംഗ് ഏരിയയുടെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ. ആ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വാഷിംഗ് ഏരിയയും കഴിഞ്ഞിട്ട് അടുത്ത ബെഡ്റൂമിലേക്കാണ് നമ്മൾ വരുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ കിച്ചണിന്റെ എൻട്രൻസ് നിങ്ങൾക്ക് കാണാം. നല്ല ഭംഗിയായിട്ട് മൾട്ടിവുഡിൽ ഇതുപോലുള്ള PVC-യുടെ ഇവിടെ ഇട്ട് നല്ല ഗ്ലോസി ആയിട്ടുള്ള മെറ്റീരിയൽ ഇട്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കിച്ചണിന്റെ എൻട്രൻസ് വഴി നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം കാണാനാണ്. അത് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കാണാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു പ്ലേസ് ഇതുപോലെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ലാപ്ടോപ്പ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ബുക്ക് ഷെൽഫ് ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിന്റെ മുകളിൽ നമുക്ക് 2 ചെറിയ ഡോറുകളൊക്കെ ആയിട്ട് കുറച്ചൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിലേക്ക് നോക്കിയാലും അത്യാവശ്യത്തിന് ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാ സൈഡിലും തന്നെ വിൻഡോസ്, സിംഗിൾ വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു വിൻഡോ ഇരിക്കുന്ന വോള് വന്നിട്ടാണെങ്കിൽ നേരത്തെ കണ്ടതുപോലെ ഭംഗിയായിട്ടുള്ള ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന വാൾപേപ്പർ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടുത്തെയും വാർഡ്രോബ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ ആ ഒരു സെയിം ഡിസൈനുകളോട് കൂടിയ വാർഡ്രോബ് തന്നെയാണ് ഈ ഒരു ഭാഗത്തും കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുന്ന ചെറിയ ചേഞ്ച് ആണ് വരുന്നുള്ളൂ. വൈറ്റ് കളറിൽ തന്നെയുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിന്റെ മെയിൻ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് സൊമാനിയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടതിന് ശേഷം നമുക്ക് ഇനി കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. അപ്പൊ ഞാൻ ഇവിടുത്തെ കിച്ചണിലേക്ക് കയറുന്ന വഴിക്കുള്ള എൻട്രൻസ് ഓൾറെഡി നമ്മളൊന്ന് പറഞ്ഞു പോയതാണ്, എങ്കിലും ഞാൻ ഒന്നും കൂടി എടുത്ത് പറയാണ്. ഇതിന്റെയൊക്കെ താഴെ കാണുന്ന സ്പേസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ അട്രാക്റ്റീവ് ആയ രീതിയിലാണ് ഇതിന്റെ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന മുകളിലുള്ള പോർഷനുകളെല്ലാം തന്നെ ചെറിയ രീതിയിലുള്ള LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് ഭംഗിയായിട്ടാണ് ഈ ഒരു എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ കിച്ചൺ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നിങ്ങൾക്ക് അവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ നമുക്ക് അവിടെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് കൂടി ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ മെയിൻ ഫ്രിഡ്ജ് വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് അതിന് വേണ്ടി മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ വീടുകളിലൊക്കെ നമുക്ക് 2 ഫ്രിഡ്ജ് എന്നൊക്കെ പറയുന്നത് അത്ര വലിയ കാര്യമൊന്നും അല്ല. 2 ഫ്രിഡ്ജ് വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അതിനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ആ റെഫ്രിജറേറ്റർ വെക്കാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിനുള്ള ഏരിയ അവർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ തുടങ്ങി നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ധാരാളമായിട്ടാണ് കിട്ടുന്നത്. കിച്ചണിലേക്ക് നോക്കുവാണെങ്കിൽ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് നമുക്കൊരു വൈറ്റ് കളർ ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള കബോർഡുകളുടെ ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് റോസ് ഗോൾഡ് ആണ് നമുക്കിവിടെ മെയിൻ ആയിട്ട് ഒരു റോസ് ഗോൾഡും ഒരു ലൈറ്റ് ഗ്രേ കളറും കൂടി ഒരു കോമ്പിനേഷൻ ആണ് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സിനെല്ലാം തന്നെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ 2 വിൻഡോസും വരുന്നുണ്ട്. മുകളിലൊക്കെ 2 ലെയർ ആയിട്ടും താഴെയൊക്കെ ആയിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെയൊക്കെ റൂഫിൽ നോക്കിക്കഴിഞ്ഞാൽ വെറൈറ്റി ഉള്ള വർക്കുകളാണ് കാണുന്നത്. സ്ട്രെയിറ്റ് നോക്കുമ്പോൾ ലൈറ്റ് കാണുമല്ല, സൈഡിൽ കൂടെ പോയിരിക്കുന്ന ആ സ്ക്വയർ ബീഡിങ്ങിനകത്തെല്ലാം തന്നെ ഭംഗിയായിട്ട് LED സ്ട്രിപ്പ് ഒക്കെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഇവിടെ വലിയൊരു ഷാൻലിയർ ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള സ്പേസ് ആണ്. നമ്മളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് വർക്ക് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ ബിൽഡറുമായിട്ട് സംസാരിച്ചത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്.
മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നമുക്ക് സ്ട്രെയിറ്റ് നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ടുള്ളൊരു ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ് കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു വുഡൻ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകളൊക്കെ ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ കയറി വന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അവിടെ നമുക്ക് 2 വിൻഡോസ് ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ റൂമുകളിലും കൊടുത്തിരിക്കുന്ന എല്ലാ വിൻഡോസും തന്നെ വന്നിട്ട് മൾട്ടി വുഡിലുള്ള ഒരു പ്രൊജക്ഷൻ കൊടുത്തിട്ട് നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ഹാളാണ്, അപ്പർ ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ക്യാമറയിൽ നിന്ന് ഞാൻ നിൽക്കുന്നത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ വലിയൊരു ഏരിയ തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു ഹാളിൽ കിട്ടുന്നത്. നിങ്ങൾ നേരെ വന്ന വഴി തുടങ്ങി നേരെ ഒന്ന് മുകളിലേക്ക് നോക്കിക്കോളൂ. മുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ കാണാവുന്ന വർക്കുകൾ നമുക്ക് കുറേ സമയം നോക്കി നിന്ന് എൻജോയ് ചെയ്യാനുള്ള വർക്കുകൾ തന്നെയുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ളൊരു ഷാൻലിയറാണ് അവിടെ ആദ്യം തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, നിറയെ വർക്കുകൾ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇന്റീരിയറിന്റെ കാര്യത്തിൽ ഇവിടെ എടുത്തു പറയേണ്ടതാണ്, ഒരുപാട് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് ഇന്റീരിയറും റൂഫിലുള്ള വർക്കുകളും ഒക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഇവിടെ നിൽക്കുന്ന സമയത്ത് സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റെപ്പ് കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്കൊരു ഡോറ് വിസിബിൾ ആണ്. അത് വന്നിട്ട് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. നമുക്ക് ഈ വരുന്ന വഴിക്കുള്ള ഓരോ റൂമുകളായിട്ട് തന്നെ കണ്ടുപോകാം. യൂട്ടിലിറ്റിയുടെ ഒരു റൂമിൻ്റെ ഡോറ് വന്നിട്ട് ഈ ഒരു രീതിയിലാണ് മോഡൽ വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് കോൺക്രീറ്റിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു യൂട്ടിലിറ്റി റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വിൻഡോസ് നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള ആ ഒരു സ്പേസും ഇവിടുത്തെ വേസ്റ്റ് വാട്ടർ പോകാനുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസാണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് കയറിയ ശേഷം നമ്മൾ ആദ്യം കണ്ടത് യൂട്ടിലിറ്റി സ്പേസ് ആണ്. അതിനുശേഷം നമുക്ക് അതിനടുത്തായിട്ട് ഒരു ബെഡ്റൂം ഇവിടെ കിട്ടുന്നുണ്ട്. ഈ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് നേരെ നടന്ന് നമ്മൾ കയറുന്നത് ഇവിടുത്തെ ഒരു ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് നമ്മളെ ആദ്യം തന്നെ വെൽക്കം ചെയ്യുന്നത് ഇവിടുത്തെ ഈ ഒരു ഭംഗിയുള്ള വാൾപേപ്പർ ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു വോളാണ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് കയറുന്ന നല്ല ഭംഗിയുള്ളൊരു കളർഫുൾ ഡിസൈനിലായിട്ടാണ് ഈ ഒരു വോള് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യത്തിന് ഭംഗിയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല ഷോ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഇവിടെ നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. രണ്ട് വിൻഡോകൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഈ ഭാഗത്തും 2 വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടുത്തെ ഒരു വാർഡ്രോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് പറയേണ്ടതാണ്, താഴെ കടലിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മോഡലുള്ള വാർഡ്രോബാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നിറയെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന രീതിയിൽ മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്തേക്ക് നോക്കുവാണെങ്കിൽ സെയിം തന്നെയാണ് ടൈലുകളുടെയൊക്കെ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ വരുന്നത്. ഈ ഒരു ബാത്റൂമിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റികളോടും കൂടിയിട്ട് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഒക്കെ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഒരു ഹാളിലൂടെ നടക്കുന്ന സമയത്ത് ഈ ഒരു സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമുക്ക് ഈ ഒരു ഭാഗത്താണെങ്കിൽ റീഡിംഗ് പർപ്പസിനായിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു റീഡിംഗ് ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അതിന് മുകളിലായിട്ടും ചെറിയൊരു ഷെൽഫ് ഫെസിലിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ നിന്ന് വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ടാണ് ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമുകളെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആണ് ഈ ഒരു ബെഡ്റൂമും. ഇവിടെ ചെയ്തിരിക്കുന്ന 4 ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് വോളിൽ ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു വാൾപേപ്പർ. ഇവിടെ ആയിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെ 2 വിൻഡോസും അവിടെ ഒരു 2 വിൻഡോസ് വേറെയും കൊടുത്തിട്ടുണ്ട്. എയർ സർക്കുലേഷൻ്റെ ഒക്കെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഇവിടുത്തെ ഒരു മാസ്റ്റർ ബെഡ്റൂം വേണമെങ്കിൽ ഇതാണെന്ന് പറയാം. ബിക്കോസ് ഇത് വളരെ സൈസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു കിങ് സൈസ് കോട്ടൊക്കെ ഇടാവുന്ന രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. റൂഫിൻ്റെ വർക്കുകളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഒരു സെയിം ഡിസൈനിലൊക്കെ തന്നെ ഒരുപാട് സ്റ്റോറേജ് കപ്പാസിറ്റിയൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ആണെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട സെയിം മോഡലിലൊക്കെ തന്നെയാണ് ടൈലുകളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടുത്തെ ബാൽക്കണി വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നേരെ ഇറങ്ങുമ്പോൾ തന്നെയാണ്. നിങ്ങൾക്ക് ഡോറ് കണ്ടാൽ അറിയാം. ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വരുന്നത് ബാൽക്കണി സ്പേസിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ താഴെ നിന്ന് വിസിബിൾ ആയിട്ടുള്ളൊരു ജാളി വർക്കൊക്കെ നമുക്ക് ഇവിടെ കുറച്ചും കൂടെ അടുത്തായിട്ട് കാണാവുന്നതാണ്. ബാൽക്കണി കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഔട്ടർ ഫ്രെയിം ഇട്ടിട്ട് ടഫിൻ്റെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു സൈഡിലുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാലും കാണാം. ഭംഗിയുള്ള ഡിസൈനുകളൊക്കെയാണ് വോളിൽ കൊടുത്തിരിക്കുന്നത്. റൂഫിലുള്ള വർക്കുകളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഭംഗിയായിട്ട് തന്നെയാണ് ഡിസൈനുകളൊക്കെ ചെയ്ത് LED സ്ട്രിപ്പൊക്കെ ഇട്ട് ഈ ഒരു റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. തിരിച്ച് നമ്മൾ വീണ്ടും വരുന്നത് ഇവിടുത്തെ ഈ ഒരു ഹാളിലേക്കാണ്. അപ്പോൾ നമുക്ക് ഒരു ബാൽക്കണി നമ്മളിവിടെ ഓൾറെഡി കണ്ടു. ഇനി അടുത്ത ബാൽക്കണി നമുക്ക് ഈ ഒരു ഡോർ തുറന്ന് നേരെ പുറത്തേക്ക് വരുമ്പോഴാണ് വിസിബിൾ ആയിട്ടുള്ളത്. നമുക്ക് മെയിനായിട്ട് TV ഒക്കെ വെക്കാനുള്ള ആ ഒരു സ്പേസ് ഇവിടെ ആയിട്ടാണ് കിട്ടുന്നത്. മൾട്ടിവുഡിൽ തന്നെ കുറച്ച് ഇതുപോലെ നമുക്ക് ഗ്ലാസ് ഡോറൊക്കെ കൊടുത്തിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഷോക്കേസ് ഐറ്റംസ് ഒക്കെ വെക്കാവുന്ന രീതിയിലാണ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് ഷെൽഫുകളും താഴെ ക്ലോസ് ചെയ്യാവുന്ന കബോർഡുകളൊക്കെ ആയിട്ടാണ് TV വെക്കാനുള്ള ഏരിയ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡോർ തുറന്നാൽ നേരെ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങാൻ പറ്റുന്നത്. അതിൻ്റെ ആ ഒരു വോള് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ താഴെ കണ്ടതുപോലുള്ള ഭംഗിയായൊരു ഡിസൈനാണ് വോളിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല പല മോഡലുകളിലുള്ള ഷോ ലൈറ്റൊക്കെയാണ് ഇവിടെ ധാരാളമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു ബാൽക്കണി നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് റോഡ് ഫേസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് വ്യൂ ആണ്. ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു റോഡ് ഫേസ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കുന്ന ഈ 2 ബാൽക്കണിയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റോഡിലൂടെ പോകുന്ന കാഴ്ചകളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. നേരത്തെ കണ്ട ബാൽക്കണി പോലെ തന്നെ റൂഫിലൊക്കെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആക്ച്വലി നിങ്ങളോട് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിവിടെ ഇന്നിപ്പോൾ ഒരു വീടാണ് പരിചയപ്പെടുന്നത്. പക്ഷേ ഇതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു വീട് കൂടി നമുക്കിന്ന് സെയിലിനായിട്ടുള്ളതാണ്. അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 8-9ഓളം വില്ലകൾ വരുന്നൊരു പ്രൊജക്റ്റിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ടോട്ടൽ ഇവിടെ വരുന്നത് 9ഓളം വില്ലകളാണ്. അപ്പം ഈ ഒരു വില്ലയുടെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിടക്കുകയാണ്. ഇത് സെയിലിനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ഇതിൽ തൊട്ടപ്പുറത്തുള്ള വില്ലയുടെയും ഫൈനൽ ഫിനിഷിംഗ് വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാലും കാണാം ഓപ്പോസിറ്റൊക്കെ ധാരാളം വീടുകളുണ്ട്. ഒരുപാട് നൈബേഴ്സിന് കിട്ടുന്ന ഏരിയയൊക്കെയാണ്. ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എറണാകുളം ജില്ലയിലെ കാക്കനാട് കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മെയിൻ റോഡിലേക്ക് ഏകദേശം ഒരു 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലായിടത്തേക്കും പെട്ടെന്ന് തന്നെ എത്തിപ്പെടാവുന്നതാണ്. ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4.5 സെൻറ്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 2250 2250 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു 4 BHK ഹൗസാണ്. നമുക്ക് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ വെൽ വാട്ടറും അതുകൂടാതെ ബോർവെൽ വാട്ടറും കൂടി എടുത്ത് പറയുകയാണ്. നമുക്കിവിടെ വെൽ വാട്ടറുണ്ട്, അതുകൂടാതെ ബോർവെല്ലിൻ്റെ കണക്ഷനും കൂടിയാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ നമുക്ക് KWയുടെ വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി എടുക്കാനുള്ള ഓപ്ഷനാണുള്ളത്. ഇത്ര ഭംഗിയായിരിക്കുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 1,10,00,000 രൂപയാണ്. 1.10 CR എന്നുള്ള ഇതിൻ്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. നമുക്ക് കുറച്ചും കൂടെ ലാൻഡ് അളവ് കൂടുതലുള്ളൊരു വീടാണ് വേണ്ടെങ്കിൽ ഇതിന് തൊട്ടടുത്ത് പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വീട് 5 സെൻറ്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 2550 ആണ്. 5 സെൻറ്റ് സ്ഥലത്ത് 2550 എന്ന സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ആ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 1,25,00,000 രൂപയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത് 2 വീടുകളാണ്. ഒരു വീടെന്ന് പറയുന്നത് 1,10,00,000-ൻ്റെയും തൊട്ടടുത്ത് കിടക്കുന്നത് 1,25,00,000-ൻ്റെയും വീടുകളാണ്. രണ്ടിൻ്റെയും പ്രൈസ് നെഗോഷ്യബിൾ ആണ്. റോഡ് ഫേസ് ആയിട്ട് ഭംഗിയായിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് 2 വീടുകളും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ സ്വന്തമാക്കണമെങ്കിൽ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. മാർബിൾ ഹോംസിൻ്റെ ഒരു ഡിസ്കൗണ്ട് പ്രൈസോട് കൂടി നല്ല രീതിയിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ വീടുകൾ രണ്ടും സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളൊക്കെ ഇനിയും നമുക്ക് മാർബിൾ ഹോംസിലൂടെ കാണേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.